ഹായ് ഹലോ അസ്സാം വലൈക്കും. ഈസു ആണ്. അങ്ങനെ നമ്മൾ പുതിയൊരു പുസ്തകവുമായിട്ട് വന്നിട്ടുണ്ട്. ഹബീബിനെ തേടി ഋതുമാറി വിരിഞ്ഞ പൂക്കൾ. ഈ പുസ്തകം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഹബീബിനെ പ്രണയിച്ചുള്ള എന്ന പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇതൊരു വെറൈറ്റി നോവലാണ്. ഞാൻ അതിൻ്റെ ചില പോർഷൻസ് വായിച്ച് കേൾപ്പിക്കാം. ഇനിയൊരു പക്ഷേ നമ്മൾ തമ്മിൽ നേരിട്ട് കാണാൻ സാധ്യതയില്ലെന്ന് ഉമ്മയോടൊന്ന് പറയണം. അതുകൊണ്ട് അവസാനമായിട്ട് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഉമ്മയോട് എത്രയും പെട്ടെന്ന് എന്നെ തിരിച്ചു വിളിക്കാൻ പറയൂ. റസാൻ്റെ വാക്കുകൾ ലക്ഷ്മി ഡോക്ടറുടെ മനസ്സിൽ പ്രകമ്പനം കൊണ്ടു. എന്തായിരിക്കും അവൻ അങ്ങനെ പറയാനുള്ള കാരണം? താൻ അവനോട് ഇപ്പോൾ ഡോക്ടർ സംസാരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിലുള്ള ദേഷ്യം അവൻ്റെ സംസാരത്തിൽ വ്യക്തമാണ്. ഇനി അവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നൂറ മാഡം ഇപ്പോൾ ചെയ്യുന്ന സർജറിയേക്കാൾ തീർച്ചയായും അവർ ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് മാഡത്തോട് വിവരങ്ങൾ ധരിപ്പിക്കണം. രണ്ടും കൽപ്പിച്ച് ഡോക്ടർ ലക്ഷ്മി തിയേറ്ററിനുള്ളിലേക്ക് നടന്നു. തൻ്റെ സർവ്വശ്രദ്ധയും സർജറിയിൽ അർപ്പിച്ച നൂറയുടെ പിറകിൽ ചെന്ന് ഡോക്ടർ ലക്ഷ്മി പതുക്കെ തൊട്ട് വിളിച്ചു. മാം. ആദ്യ വിളി നൂറ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. മാം പ്ലീസ്. ലക്ഷ്മി വീണ്ടും കുറച്ച് ശബ്ദം കൂട്ടി വിളിച്ചപ്പോൾ നൂറ പതുക്കെ തല ഉയർത്തി. യു ഹാവ് ആൻ അർജൻറ്റ് കോൾ മാം. ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ലക്ഷ്മി നൂറ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞു. ഹു ഇസ് ഇറ്റ്? കൺപുരികങ്ങൾ രണ്ടും വക്രിച്ചതിന് ശേഷം ആരാണത് എന്ന ഭാവത്തിൽ നൂറ ലക്ഷ്മിയെ നോക്കി. ഇറ്റ്സ് ഫ്രം റസാൻ. ഹി സേസ് മേ ബി ഹി വിൽ നെവർ സീ യു അഗെയിൻ. റസാൻ തന്നോട് പറഞ്ഞതിൻ്റെ ഗൗരവം ഒട്ടും ചോരാതെ തന്നെ ഡോക്ടർ ലക്ഷ്മി നൂറയോടും പറഞ്ഞു. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് വൺ. ഐ തിങ്ക് യു ക്യാൻ ഹാൻഡിൽ ദിസ്. ഒരു നിമിഷം ഒന്ന് ശങ്കിച്ചു നിന്നതിന് ശേഷം നൂറ ലക്ഷ്മിയോട് പറഞ്ഞു. ഷുവർ മാം, ഐ വിൽ. ലക്ഷ്മി സംശയമൊന്നും കൂടാതെ ഓപ്പ് ഹെഡ് സ്ഥാനം ഏറ്റെടുത്തു. നൂറ ഫോണുമായി തിയേറ്ററിന് പുറത്തേക്ക് നടന്നു. എന്തായിരിക്കും അവൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഇനി ഡോക്ടർ ലക്ഷ്മി എങ്ങാനും അവൻ പറഞ്ഞത് തെറ്റായി കേട്ടതാണോ? അതല്ല അവന് വല്ല അപായവും സംഭവിച്ചിട്ടുണ്ടോ? നൂറയുടെ മനസ്സിൽ നൂറുകൂട്ടം സംശയങ്ങൾ വന്നു നിറഞ്ഞു. യാ റബ്ബ്, നീ കാക്കണേ. മനസ്സ് നൂലറ്റ പട്ടം പോലെ ആടി ഉലഞ്ഞു പറക്കുവാൻ തുടങ്ങി. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും സ്വലാത്തുകളിൽ അഭയമുണ്ടെന്ന് നൂറ എല്ലാവരോടും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിരുത്തി കണ്ണുകൾ ഇറക്കിയടച്ചതിന് ശേഷം സ്വലാത്ത് നാരിയ 3 തവണ ചൊല്ലി. പ്രശ്നപരിഹാരത്തിന് നൂറയുടെ മനസ്സിലേക്ക് ആദ്യം ഉദിച്ചു വരുന്ന സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. പുതുതായി വല്ല സ്വലാത്തുകളെയും കുറിച്ച് കേട്ടാൽ അവയെക്കുറിച്ച് ആവേശത്തോടെ പഠിക്കലാണ് പ്രധാന ഹോബികൾ. അതുകൊണ്ട് തന്നെ പ്രശ്നപ്രതിവിധികൾക്ക് അമൂല്യമായ രക്തമാണ് സ്വലാത്തുൻ നാരിയ എന്ന് അവൾ എല്ലാവരോടും അത്ഭുതം പറയാറുണ്ട്. ഹബീബിനെ തേടി ഋതുമാറി വിരിഞ്ഞ പൂക്കൾ. റിസ്വാൻ അബൂബക്കർ അതിനെ എഴുതിയിട്ടുള്ള ഹബീബിനെ പ്രണയിച്ചവൾ എന്ന പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ പുസ്തകം. ഇതൊരു ടൈം ട്രാവലർ പുസ്തകമാണ്. റസൂലിൻ്റെ കാലത്തേക്ക് യാത്ര ചെയ്യുന്ന നൂറയും പ്രിയപ്പെട്ടവരുമുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം. നിങ്ങളിതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു മായാലോകത്തേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.